ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. SSLC റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ള ഒരു കാര്യം, റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക, ഏത് സമയത്താണ് നമുക്ക് വെബ്സൈറ്റിൽ ലഭ്യമാകുക എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായിട്ട് അറിയിച്ചു. ആദ്യം മെയ് ആദ്യ ആഴ്ചക്കുള്ളിൽ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞത്. പിന്നീട് ഡേറ്റ് കൺഫേം ചെയ്യുകയാണ് ചെയ്തത്. എന്തായാലും ഡേറ്റിൽ വ്യത്യാസമൊന്നുമില്ല. മെയ് 8-ാം തീയതി തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും. പക്ഷേ സമയത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കുന്ന ആ സമയത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. +1 അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടും റീവാലുവേഷൻ അങ്ങനെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ SSLC വിദ്യാർത്ഥികൾ ഓൾമോസ്റ്റ് 4,27,000 സംതിങ് വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതിയത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളുടെയും റിസൾട്ടാണ് മെയ് 8-ാം തീയതി ഉച്ചക്ക് 3 മണിയോട് കൂടിയിട്ട് ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ വർഷം മെയ് 19-ാം തീയതിയാണ് പ്രസിദ്ധീകരിച്ചത്. അതിനേക്കാൾ കുറച്ച് നേരത്തെ ഈ വർഷം റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും റിസൾട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒന്ന് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറാണ്. രജിസ്ട്രേഷൻ നമ്പർ നിർബന്ധമാണ്. അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും. ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ വെബ്സൈറ്റുകൾ, ഗവൺമെൻറ്റിൻ്റെ 3-4 വെബ്സൈറ്റുകൾ വഴി നമുക്ക് റിസൾട്ട് പരിശോധിക്കാം. അപ്പോൾ ഓരോ വെബ്സൈറ്റുകളുടെയും ലിങ്ക് ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, റിസൾട്ട് പരിശോധിക്കേണ്ടത്. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്കൊക്കെ സ്കൂളിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ സ്കൂളിൻ്റെ റിസൾട്ടും നോക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ വൈസ് റിസൾട്ട് എന്ന ഓപ്ഷൻ അതേ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊക്കെ വ്യക്തമായിട്ട് ഏത് രീതിയിലാണ് പരിശോധിക്കേണ്ടത് എന്നൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഒരു PDF തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം റിസൾട്ട് വളരെ സിമ്പിളായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും. ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 3 മണിക്ക് ഗവൺമെൻറ് വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചെങ്കിലും നമ്മുടെ വെബ്സൈറ്റിലേക്ക് അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം ഒരു 3:30-4:30 മണിയോട് കൂടിയായിരിക്കും. കാരണം സൈറ്റ് നല്ല ഡൗൺ ആയിരിക്കും, സെർവറിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ റിസൾട്ട് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പരിശോധിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ ഈ പെർസെൻറ്റേജ് ആണ് വിദ്യാർത്ഥികൾക്കുള്ള സംശയം. നമ്മുടെ ഈ പെർസെൻറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ്. സിമ്പിളാണ്. A+ ഉള്ള വിദ്യാർത്ഥികൾ, അതായത് A+ ഉള്ള സബ്ജക്റ്റുകളൊക്കെ 9 മാർക്ക് വെച്ച് കൂട്ടുക. അതേപോലെ A ലഭിച്ചത് 8 മാർക്ക് വെച്ച് കൂട്ടുക. അതേപോലെ B+ 7 മാർക്ക്, B 6 മാർക്ക്, C+ 5 മാർക്ക്. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡും അതിൻ്റെ ആ ഒരു പോയിന്റും നമ്പറും എഴുതി അത് ടോട്ടൽ ചെയ്യുക. ആ ടോട്ടൽ നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണോ അതായിരിക്കും നിങ്ങളുടെ പെർസെൻറ്റേജ്. അതൊക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മുടെ PDF-ൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ലിങ്കിൽ കയറിയിട്ട് അതൊന്ന് പരിശോധിക്കുക. റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് വഴി അറിയിക്കും, ലിങ്കും അതോടൊപ്പം നൽകും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരാണ്. മറ്റൊരു വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്.